ചാനൽ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഒരുതരം പാൻറ്റിമോണിയാണ് നടക്കുന്നത്. എന്താ ഭാരിച്ച ചോദ്യം ചോദിച്ച് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട. അർത്ഥം എനിക്ക് അറിഞ്ഞൂടാ. നല്ല വെയിറ്റ് ഉള്ള വാക്കല്ലേ, കൊള്ളാമോ? ആ രീതി മാറണമെന്ന് നിങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സായ ജേർണലിസ്റ്റുകൾ എപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. ഇതിലെന്താ അങ്ങ് വ്യക്തത തരണം. തെളിയിച്ചു പറയടോ. തെളിച്ചു വരാൻ വിരോധം ഉണ്ടായിട്ടല്ല, ഞെട്ടരുത്. ഞാൻ എന്തിനാ ഞെട്ടണത്? താൻ പറയടോ. നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിക്കില്ല, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അടികൂടുക, അടികൂടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചിരിക്കുക. ഇത് സമ്മതിക്കാൻ പറ്റില്ല. ഇതാണ് കുഴപ്പം, ഈ ചെറുപ്പക്കാരുടെ കുഴപ്പം. അറിവില്ല, ക്ഷമയില്ല. ഞാൻ ചോദിക്കാം, നിങ്ങൾ ചില സമയത്ത് അയ്യപ്പദാസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കോഴി കൊത്തുന്ന പോലെ കൊത്തുന്നുണ്ടാവും, നിങ്ങൾ ആസ്വദിക്കുകയാണ്. ഇതാണോ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്? അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നി. ബോക്സിംഗ് നടക്കും, നിങ്ങൾ കണ്ടില്ലേ? ബോക്സിംഗ് നടക്കുമ്പോൾ റഫറി അടക്കം പിടിച്ചു വെക്കും, നിങ്ങൾ പിടിച്ചു വെക്കൊന്നും പോലും അടിക്കട്ടെ എന്നുള്ള മട്ടില്ല. കസ്റ്റമേഴ്സിന്റെ അടുത്ത് ഒരു മിനിമം ഡീസൻസ് എങ്കിലും പുലർത്താൻ അറിയുന്നവർ വേണ്ടേ? ഞാൻ കണ്ടപ്പോ പലപ്പോഴും ലാസ്റ്റ് നിങ്ങൾ ആരും അർണബ് ഗോസ്വാമിക്ക് പഠിക്കരുത്. ഉത്തരവ്. പകരം നിങ്ങൾ ഇടപെടലെടുത്ത് ഇടപെടണം. ബഹളം വെക്കുന്നവരോട് പറയണം ബഹളം വെക്കണം. ബഹളം വെക്കും ആൾക്കാരുടെ മൈക്ക് കട്ട് ചെയ്യണം. ഏത് ഭാഗം വേണം വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നീയല്ല. സ്പീക്കർ ഒരു സ്പീക്കർ അല്ലേ? സ്പീക്കർ വിചാരിച്ചിട്ട് സഭയിൽ ഇത് നടക്കുന്നുണ്ടോ? സഭക്കകത്തിരിക്കുന്ന ഞങ്ങൾ നിയന്ത്രിക്കുന്നുണ്ട്. പിന്നെ സഭക്കകത്തിരിക്കുന്നവരൊക്കെ ഞാൻ ജനിക്കുന്നതിനേക്കാൾ മുമ്പുള്ളവരാ. അതിനൊന്നുമില്ലേ? ടി വി കാണുന്നവരാണ്. സഭക്കകത്ത് ഇപ്പോൾ ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞാൽ നിയന്ത്രിക്കുന്നതിന് പരിമിതികളുണ്ട്. ചാനൽ അങ്ങനെയല്ല. നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഓഫാക്കല്ല. വ്യാഖ്യാനിച്ച് ജയിക്കാൻ ആർക്കും സാധിക്കും. അല്ല സ്പീക്കർ, അവിടെ കോലാഹലമല്ലല്ലോ ജനം പ്രതീക്ഷിക്കുന്നത്. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്. ജനിക്കുന്നതിന് മുമ്പുള്ള ആളുകളാണ് സഭയിലിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ നേരിടേണ്ടി വരുന്നത് ജനങ്ങൾ തിരഞ്ഞെടുത്ത പാർലമെന്റിലും നിയമസഭയിലും ഒക്കെ ഇരിക്കുന്ന ജനപ്രതിനിധികളാണ് ഈ ബഹളം വെക്കുന്നത്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞതൊക്കെ പിൻവലിച്ചു. കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം.